ഹായ്, നമസ്കാരം. രേക്കി സ്പിരിച്വാലിറ്റി ആൻഡ് ഹീലിംഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു കാർഡൊന്നും എടുക്കുകയല്ല. ഇത് നമുക്കൊന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ സോളിൻ്റെ മെച്യൂരിറ്റി, അത് ഓരോ ലെവലാണ് ഓരോ സോളിൻ്റെ മെച്യൂരിറ്റി. അപ്പോൾ നിങ്ങളുടെ ഇത് കാണുന്ന ഓരോരുത്തരുടെയും സോളിൻ്റെ മെച്യൂരിറ്റി നിങ്ങൾ തന്നെ തിരിച്ചറിയാൻ പറ്റും ഈ ഒരു വോയിസ് കേട്ട് കഴിയുമ്പം. അപ്പം നിങ്ങൾ ഒന്ന് തിരിച്ചറിയുക നിങ്ങളുടെ സോളിൻ്റെ മെച്യൂരിറ്റി എന്താണ്, നിങ്ങളുടെ സോൾ ഏത് ലെവലിലാണ് ഇപ്പം നിൽക്കുന്നതെന്ന് ഒന്ന് തിരിച്ചറിയുക. അപ്പോൾ നമ്മുടെ ഒരു സോളിന്, നമ്മുടെ ഒരു ആത്മാവിന് അതറിയാമല്ലോ, ദൈവികമായ ഒരു ചൈതന്യമാണ്. നമ്മുടെ എല്ലാ ജീവനിലും ഉണ്ട് ആ ഒരു സോള്. നമ്മുടെ ആ ഒരു ഡിവൈൻ്റെ കണക്ഷനുണ്ട്. അതറിയാതെ നമ്മൾ ചിലപ്പം ഒരുപാട് ആ സോളിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തികൾ ചെയ്യും, സോളിന് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ ഉപയോഗിക്കും, അതൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ സോള് അതിനനുസരിച്ചായിരിക്കും ആ സോളിൻ്റെ ഓരോ സ്റ്റെപ്പ് കയറിപ്പോകുന്നത്. അപ്പം നമ്മുടെ നെഗറ്റീവ് ചെയ്യും തോറും സോളിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. സോൾ എപ്പോഴും ആ ഒരു ബാല്യകാലത്തിൽ നിൽക്കുന്ന ഒരു എനർജി കാണിക്കും. അപ്പം നമ്മുടെ മനുഷ്യജന്മത്തിൽ നമുക്കില്ലേ, കുട്ടിക്കാലം തൊട്ട് നമ്മുടെ നമ്മുടെ പ്രായമായ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, നല്ലൊരു ഇരുത്തം വന്ന ആ ഒരു എനർജിയിലേക്ക് നമ്മുടെ സോളിനും അതേപോലെ ഉണ്ട്. പക്ഷെ നമ്മുടെ സോള് പല പല ജന്മങ്ങളെടുത്താണ് ആ ഒരു ലെവലിലെത്തുന്നത്. നമ്മൾ ആ ഒരു ഒറ്റ മനുഷ്യജന്മത്തിലാണ് നമ്മുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മുടെ ഒരു എത്തുന്ന ആ ഒരു ജന്മത്തിലെത്തുന്നത്. നമ്മുടെ സോൾ അങ്ങനെയല്ല, പല ജന്മങ്ങളെടുത്താണ് ഈ ഒരു നല്ലൊരു പക്വതയിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ ഒരു സോളിൻ്റെ മെച്യൂരിറ്റിയായ സോൾ ഉള്ള ഓരോ ആൾക്കാരുടെയും പ്രവൃത്തികളിൽ അവരുടെ ചിന്തകൾ എങ്ങനെയായിരിക്കും എന്നാണ്. അപ്പോൾ ഫസ്റ്റ് അവർ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം എന്തെങ്കിലും നടന്നാൽ അവർ പെട്ടെന്ന് പ്രതികരിക്കത്തില്ല. അവർ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകും. എടുത്തു ചാടി പ്രതികരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ സോളിന് പക്വതയുള്ള ആൾക്കാർ ഒരിക്കലും എടുത്തിയാടി പ്രതികരിക്കത്തില്ല. പ്രതികരിക്കുന്ന ആ സമയം എന്ന് വെച്ചാൽ അവർ നന്നായിട്ട് അവരുടെ ആ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി അവർ ഒരു അവബോധം ഉണ്ടാക്കും ആദ്യം. പിന്നീടായിരിക്കും അവരുടെ പ്രതികരണം. ആ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി, നമ്മൾ പറയല്ലോ, ഒന്ന് ഇരുത്തി ചിന്തിക്കും എന്ന്. അവർക്കറിയാം പിന്നെ അതെങ്ങനെയാണെന്ന്. അത് ആ സോളിൻ്റെ പക്വതയാണ് അവരെ കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് കാര്യം. പ്രതികരിക്കത്തില്ല അവർ നന്നായിട്ട് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകും. ഇതാണ് ഫസ്റ്റ്. സെക്കൻഡ്, മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കത്തില്ല. എന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ടല്ലോ, എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഓരോരുത്തരെ, മക്കളെ അല്ലെങ്കിൽ പേരൻസിനെ അല്ലെങ്കിൽ ബന്ധുക്കളെ എല്ലാവരോടെയും ഇങ്ങനെ കുറേ അഡ്വൈസ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പുറകെ നടക്കും. എന്നിട്ട് പറയാം അവരുടെ ഫ്യൂച്ചറിനല്ലേ എന്ന് പറയും. പക്ഷേ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്ത് ഇങ്ങനെ പുറകെ നടക്കും. പക്ഷേ ഈ ഒരു മെച്യൂരിറ്റി സോളുള്ള വ്യക്തികൾ ഒരിക്കലും മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കത്തില്ല. അവരുടെ ജന്മ ഉദ്ദേശം, കർമ്മം അതനുസരിച്ച് മുന്നോട്ട് പോകും എന്നൊരറിവ് എപ്പോഴും ആ ഒരു മെച്യൂർഡായ സോളിൻ്റെ ആൾക്കാർക്ക്, ആ ഒരു സോളുള്ള വ്യക്തികൾക്ക് എപ്പോഴും മനസ്സിലാവും. അവരുടെ ജന്മോദ്ദേശം എന്താണോ, കർമ്മഫലം എന്താണോ, അതൊക്കെ പോലെ മുമ്പോട്ട് പോകുന്ന ആ ഒരു തിരിച്ചറിവ് എപ്പോഴും ഈ ഒരു വ്യക്തികൾക്ക് കാണും. അതുകൊണ്ട് അവർ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ അത് ഇത് ഇങ്ങനെ എന്നാലേ നിങ്ങൾക്ക് അത് കിട്ടൂ, അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് അങ്ങനെ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് ഒരു വ്യക്തികളെ നന്നാക്കാൻ ശ്രമിക്കത്തില്ല. എന്തെങ്കിലും സജഷനൊക്കെ പറഞ്ഞു കൊടുക്കും, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കട്ടെ എന്ന് വെച്ച് മാത്രം, അല്ലാതെ ഫോഴ്സ് ചെയ്യത്തില്ല ഒരിക്കലും. ഇതാണ് രണ്ടാമത്തെ നല്ല മെച്യൂർഡായ സോൾ ഉള്ള വ്യക്തികളുടെ രണ്ടാമത്തെ പ്രത്യേകത. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം.
നിശബ്ദതയിൽ ശാന്തത കണ്ടെത്തും. ഒറ്റപ്പെടലിൽ ക്ലാരിറ്റി നേടും അവർ. കാരണം അവർക്കെപ്പോഴും നിശബ്ദത ഇഷ്ടമായിരിക്കും, ഒറ്റപ്പെടൽ ഇഷ്ടമായിരിക്കും. കാരണം അതിലൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല. അവർ ഈ ഒറ്റപ്പെടലിലൊക്കെ അയ്യോ എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എപ്പോഴും, അല്ലെങ്കിൽ എനിക്ക് ബോറടിച്ചിട്ട് വയ്യ, എനിക്ക് ഇരുന്നിരുന്ന സമയം പോകുന്നില്ല, ഇങ്ങനെയൊക്കെ പറയും. ഈ മെച്യൂർഡായ സോളുള്ള വ്യക്തികൾ ഒരിക്കലും ഒറ്റപ്പെടൽ ഭയക്കത്തില്ല, അതിനെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ഒരിക്കലും അവർക്കൊരു ബോറായിട്ട് ഒരു സമയം പോലും അവർക്ക് ബോറായിട്ട് തോന്നില്ല. അവരെപ്പോഴും ആക്റ്റീവായിരിക്കും. അവർക്ക് ഇതല്ലെങ്കിൽ വേറൊരു കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അവർ ആ ഒരു ബിസിയിൽ ഇങ്ങനെ അവർ പൊയ്ക്കൊണ്ടിരിക്കും. അതാണ് മൂന്നാമത്തെ ഒരു മെച്യൂർഡായ സോൾ ഉള്ള ആൾക്കാരുടെ ലക്ഷണം. ഇനി അടുത്തത്, ഒരിക്കലും ഇവർ ഓവർ ആക്ടിങ് ചെയ്യത്തില്ല, ഇനി നാടകം കളിക്കത്തില്ല ആരുടെ മുമ്പിൽ. അവരെപ്പോഴും പക്കയായിരിക്കും എല്ലാ റൂമിലും. നമ്മൾ പറയുമല്ലോ, എന്താണോ അവരത് തന്നെ ആയിരിക്കും മറ്റുള്ള റൂമിലും പ്രകടിപ്പിക്കുന്നത്. പക്ഷെ മറ്റുള്ള ആൾക്കാർ അങ്ങനെയല്ല. എല്ലാവരെയും കാണുമ്പോഴത്തേനും എല്ലാവരുടെ മുമ്പിൽ അവരെന്തോ വലിയ സംഭവമാണ്, അവർക്ക് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓവറായിട്ട് പ്രകടിപ്പിക്കും. മെച്യൂർഡ് സോളുള്ള വ്യക്തികൾ ഒരിക്കലും അത് ചെയ്യത്തില്ല. അവർക്കെപ്പോഴും അവരെങ്ങനെയാണോ അത് തന്നെ ആയിരിക്കും മറ്റുള്ള റൂമിലും പ്രകടിപ്പിക്കുന്നത്. സന്തോഷം മറ്റുള്ളവരെ പെർഫോം ചെയ്ത് കാണിക്കത്തില്ല ഒരിക്കലും. അവർ തന്നെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും ഈ ഒരു സോളുള്ള വ്യക്തികൾ. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞാലും ആ ഉള്ളിലെ ഒരു സെൽഫ് വർത്തിലൂടെ അവർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. എപ്പോഴും ഒരു ബാലൻസിലേ അവർ നിൽക്കത്തുള്ളൂ. അവരിങ്ങനെ ഒരുപാട് സന്തോഷിക്കാനും എന്തെങ്കിലും വിഷമം വരുമ്പം ഒരുപാട് ഡൗൺ ആവാനും അങ്ങനെ ഒന്നുമല്ല. അവരെപ്പോഴും ഒരു ബാലൻസിലായിരിക്കും. അത് അവരുടെ ഒരു സോളിൻ്റെ മെച്യൂരിറ്റിയാണ് കാണിക്കുന്നത്. അവർക്കിങ്ങനെ ഇമോഷണലി ഒന്നും ഒരുപാട് ഉള്ളിലേക്ക് എടുക്കത്തില്ല. അതാണ് ഒരു ബാലൻസിലായിരിക്കും എപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ ആ ഒരു ബാലൻസ് നിലനിർത്തും. പിന്നെ മറ്റുള്ള മുമ്പിൽ ഒരുപാട് ഈ ചില ആൾക്കാരൊക്കെ കാണിക്കുന്ന പോലെ ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കും, ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ആക്ട് ചെയ്ത് അതുകൊണ്ട് അവർ ഇത്രയൊക്കെ കഴിവുള്ള ആൾക്കാരെന്നൊക്കെ കാണിക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട്. ഇവരൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവരെ മറ്റുള്ളവർ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ആ രീതി കണ്ട് മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുകയും അവരിലേക്ക് അട്രാക്റ്റ് ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു മെച്യൂർഡ് സോളുള്ള വ്യക്തികളിലേക്ക്. അപ്പോൾ അടുത്ത ലക്ഷണം, എന്ത് കാര്യമാണേലും യൂണിവേഴ്സിന് വിട്ടുകൊടുക്കും. കാരണം ഒന്നിനെ അവർ കൺട്രോൾ ചെയ്യത്തില്ല. കൂടുതൽ അവർ പ്രാധാന്യം കൊടുക്കുന്ന കർമ്മത്തിനായിരിക്കും. കാരണം അവർക്കറിയാം ഡിവൈൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് ജന്മം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിവൈൻ അതിനെല്ലാം നമ്മുടെ ഓരോ അനക്കങ്ങൾ പോലും അവിടെ കുറിച്ച് വെച്ചിട്ടാണ് വിടുന്നതെന്ന് ഈ ഒരു മെച്യൂർഡായ സോൾ ഉള്ള വ്യക്തികൾക്ക് അറിയാം. അപ്പം അതുകൊണ്ട് അവർ കർമ്മഫലം എന്നുള്ള രീതിയിൽ തന്നെ അവരെല്ലാം ഡിവൈനിലായിട്ട് വിട്ടുകൊടുക്കും. ഡിവൈന് മുമ്പിൽ എല്ലാം സമർപ്പിച്ചായിരിക്കും അവർ മുമ്പോട്ട് പോകുന്നത്. ഒരിക്കലും അവർ അവരുടേതായ ഒരു ഫോഴ്സ് ചെയ്ത് മറ്റുള്ളവരെ മാറ്റാൻ നോക്കുമോ, ഇല്ലാത്ത സന്തോഷങ്ങളൊക്കെ എല്ലാവരുടെ മുമ്പിൽ ഒരുപാട് ഓവർ ആക്ടിങ് ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. എപ്പോഴും അവർ ആ ഒരു ഡിവൈനിൻ്റെ കണക്ഷൻ അവരിലുണ്ട്. ആ ഒരു എന്ത് കാര്യം മുമ്പോട്ട് പോകണമെങ്കിലും ആ ഒരു ശക്തി കൂടെ ഉണ്ട്. അതുപോലെ മാത്രമേ ആ ഒരു തീരുമാനത്തിൽ, ആ ഡിവൈൻ്റെ ഒരു തീരുമാനത്തിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നൊരു ചിന്ത, ആ ഒരു അവബോധം എപ്പോഴും ആ ഒരു വ്യക്തിക്ക് കാണും. വ്യക്തികളെയും കുടുംബത്തിനെയും ഒന്നും അവർ നിയന്ത്രിക്കത്തില്ല. ജീവിതത്തിലെ ആ ഒരു ഒഴുക്കിലാണ് അവർ വിശ്വസിക്കുന്നത്. ആ ഒരു ഡിവൈൻ്റെ ശക്തി കൊണ്ട് ഒരു ഒഴുക്കിലാണ് നമ്മുടെ ഒരു ജീവിതം പോകുന്നതെന്ന് അവരത് വിശ്വസിക്കുന്നുണ്ട് ശരിക്കും. എന്തെങ്കിലുമൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുക്കുന്ന സമയത്ത് ഈ നല്ലൊരു മെച്യൂർഡായ സോളുള്ള വ്യക്തികൾ എപ്പോഴും വിട്ടുകൊടുക്കും. അവരെപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വിട്ടുകൊടുക്കുന്നത് വീക്ക്നെസ് അല്ല, മെച്യൂരിറ്റി ആണെന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ ഒരു മെച്യൂർഡാണ് അവരെ കാണിക്കുന്നത്, ആ വിട്ടുകൊടുക്കുന്നത്. അല്ലാതെ ആ സമയത്ത് അവർ അവിടെ താഴുമല്ല. അവർക്കത് അറിയാം. അവരുടെ ഉള്ളിലുള്ള ഒരു സോള് അവരെ കൊണ്ട് അത് ചെയ്യുന്നതാണ്. അവർക്കറിയാം അവരിപ്പോൾ ഈ ചെയ്ത കാര്യം അവർ ഈ ഒരാളുടെ മുമ്പിൽ തോറ്റു കൊടുക്കുകയോ അവരുടെ വീക്ക്നെസ്സോ ഒന്നുമല്ലത്, അവരുടെ മെച്യൂരിറ്റി കാണിക്കുന്നതാണ് ഈ ഒരു
എന്താണ് വിട്ടുകൊടുക്കുന്നത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പം ഇവർ ചിലപ്പം മാറിപ്പോകും അതിൽ നിന്ന്. മറ്റുള്ളവർ അത് എടുത്താലും സന്തോഷത്തോടെ അത് സ്വീകരിക്കത്തുള്ളൂ. അവരെടുത്തോട്ടെ എന്നുള്ളൊരു മനസ്സോടെ തന്നെ നിൽക്കും. അതാണ് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക എല്ലാ കാര്യങ്ങളും. അതും അതിലും അവർ കണ്ടെത്തുന്നത് അവരുടെ വീക്ക്നെസ് അല്ല, അവരുടെ മെച്യൂരിറ്റിയാണ്. അവരത് മനസ്സിലാക്കുക. അവരുടെ ഉള്ളിലുള്ളൊരു സോളിൻ്റെ പവറാണ് അവർ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റുള്ളവരൊക്കെ ഒറ്റപ്പെടുത്തുകയും അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ആൾക്കാർ മനസ്സിലാക്കും കാലം അതിന് മറുപടി കൊടുക്കും എന്ന് തന്നെ അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. മറ്റുള്ളവരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഇവരുടെ ഒരു ആന്തരികമായ ഒരു സമാധാനത്തിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവർ അത്ര നല്ല സ്ട്രോങ് ആയിരിക്കും. അവരുടെ ഒരു സോള്, ആ ഒരു മെച്യൂർഡായ സോളുള്ള വ്യക്തികൾക്ക് അത്ര നല്ല ഇന്നർ സ്ട്രെങ്ത് കാണും. ആരൊക്കെ എന്ത് പ്രവർത്തികൾ കാണിച്ചാലും ഒറ്റപ്പെടുത്തിയാലും പുറമേ അറ്റാക്ക് ചെയ്താലും ഒന്നും ഇവർക്ക് അതൊന്നും അവരുടെ ഒരു ഉള്ളിലുള്ള ഒരു ശക്തിനെ, കാരണം അവർക്ക് അത്ര ഒരു കോൺഫിഡൻസ് കാണും ഈ ഒരു മെച്യൂർഡായ സോളുള്ള ആൾക്കാർക്ക്. അപ്പം അവർ കൂടുതലും ആ ഒരു ആന്തരിക സമാധാനത്തിനെ വിശ്വസിച്ച് തന്നെ മുമ്പോട്ട് പോകും. ആരെന്ത് ഇവരോട് നെഗറ്റീവ് കാണിച്ചാലും ഇവർക്കറിയാം കാലം അത് തിരിച്ചു കൊടുത്തോളും, ഇവരൊന്നും പ്രതികരിക്കേണ്ടെന്ന് ഇവർക്ക് ആ ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് എപ്പോഴും കാണും. അങ്ങനെ ആയിരിക്കും ആൾക്കാർ മുമ്പോട്ട് പോകുന്നത്. എന്തെങ്കിലും തിരിച്ചടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സാധാരണ എല്ലാവരും കൂടെ നിൽക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടാൻ നോക്കും. എന്ത് കാര്യം ഉണ്ടായാലും ഈ മെച്യൂർഡ് സോളുള്ള വ്യക്തികൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അവർ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന്, ആ ഒരു അവസ്ഥയിൽ നിന്ന് എന്ത് പാഠമാണ് പഠിക്കേണ്ടത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് തന്നെ അറിയാം എല്ലാവരുടെ ജീവിതത്തിലും തിരിച്ചടി ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ഒരു ഉയർന്ന അവസ്ഥയിൽ, സ്പിരിച്വൽ ജേണിയിലുള്ള ഈ ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതലായിരിക്കും തിരിച്ചടികൾ. അപ്പം ഇതിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അതിൽ നിന്നൊരു പാഠം പഠിച്ചാൽ ഉറപ്പായിട്ടും അടുത്ത സ്റ്റേജിലേക്ക് ഡിവൈൻ നമ്മളെ കൈപിടിച്ച് ഉയർത്തും. അതല്ല പിന്നെ ഇതുപോലെ ആൾക്കാരെ പഴിച്ചും ഒക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും പരീക്ഷണം വരും. അത് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക്, ഈ ഒരു മെച്യൂർഡ് സോളായ വ്യക്തികൾക്ക് നന്നായിട്ട് അറിയാം ഒരിക്കലും മറ്റുള്ളവരുടെ അല്ല, ഇത് എൻ്റെ കർമ്മഫലമാണ്, എനിക്ക് ഡിവൈൻ തരുന്ന പരീക്ഷണമാണ്, ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി അത് പഠിച്ച് മുമ്പോട്ട് പോകും. അപ്പോഴത്തേന് കുറേ കൂടെ ഉയർന്നൊരു സ്റ്റേജിലേക്ക്, ആ ഒരു സ്പിരിച്വാലിറ്റിയിൽ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തും. അത്ര നല്ല പവറാണ് അവരുടെ ഒരു സോളിൻ്റെ ആ ഒരു മെച്യൂരിറ്റി എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ലെവലാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക്. ഒന്നിനും പ്രതികരിക്കത്തില്ല. ആര് എന്താണ് എങ്ങനെയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും അറ്റാക്ക് ചെയ്താലും അതിനോടൊന്നും ഒരു പ്രതികരണം കാണത്തില്ല. കാരണം ആ ഒരു ഇരുത്തം വന്ന ആൾക്കാർ, നമ്മുടെ പണ്ട് ഉള്ള ആൾക്കാർ പറഞ്ഞില്ലേ എന്ന് പറയുന്നില്ല, അതാണ് നമ്മുടെ സോളിൻ്റെ പവർ, മെച്യൂർഡായ സോളിൻ്റെ പവർ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദയ, അലിവ്, കരുണ ഇതൊക്കെ ഉണ്ടാവും. എല്ലാവരുടെ സ്നേഹം കാണും. പക്ഷെ ഒരിക്കലും അറ്റാച്ച്മെൻറ്റ് കാണത്തില്ല, ആരുടെയും കാണത്തില്ല. സഹോദരങ്ങളോ സുഹൃത്തുക്കളോ അച്ഛനോ അമ്മയോ ആരായാലും അവരോടൊന്നും ഒരു അറ്റാച്ച്മെൻറ്റ് കാണത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ എന്ന് വെച്ചാൽ എപ്പോഴും ഒരു സ്നേഹവും ദയയും കരുണയും അലിവും ഒക്കെ കാണും. ഇവർ ഇതുപോലെ ഓരോ സോളാണെന്ന് മനസ്സിലാക്കും. ഈ ഒരു വ്യക്തി മനസ്സിലാക്കും, അതും ഓരോ സോൾ ആണെന്നുള്ള ആ ഒരു ലെവലിൽ തന്നെ ചിന്തിച്ചു തുടങ്ങും. ഇങ്ങനെയുള്ള മെച്യൂർഡ് സോളുള്ള വ്യക്തികൾ ഒരിക്കലും അവരുടെ കയ്യിൽ ഒന്നും വെക്കാതെ, സൂക്ഷിച്ചു വെക്കാതെ, ഒന്നും മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ അവരെ ഒക്കെ സ്നേഹിക്കാൻ സാധിക്കും. എല്ലാ ആൾക്കാർക്കും എല്ലാം പൂർണ്ണ മനസ്സോടെ അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്യും. കാരണം അവരുടെ നിന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അത്ര മെച്യൂർഡായ സോള് ഒരിക്കലും മറ്റുള്ളവരുടെ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷേ അവർക്കെല്ലാ ഹെൽപ്പും സ്നേഹവും ഒക്കെ നൽകിക്കൊണ്ട് മുമ്പിൽ കാണും ഈ ഒരു വ്യക്തികൾ, മെച്യൂർഡ് സോളുള്ള വ്യക്തികൾ. അപ്പം മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതുള്ള ആ ഒരു സ്നേഹത്തിനാണ്
ഡിവൈൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഡിവൈൻ നമ്മുടെ ഓരോ സോളിനെയും ആ ഒരു ലെവലിലേക്ക് എത്തിക്കും. അതിപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു മനുഷ്യജന്മത്തിലെ കുഞ്ഞുങ്ങൾ തൊട്ട് അതേപോലെ നമ്മുടെ സോളിൻ്റെ സ്റ്റേജ്. അപ്പം ഈ ഒരു ലക്ഷണമൊന്നും അല്ലാത്ത ആൾക്കാർക്ക് അവർക്ക് മനസ്സിലാക്കിയിട്ട് അവരുടെ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അതൊന്നും അവർക്കെല്ലാം അറിയാം. അപ്പം അത് മനസ്സിലാക്കിയിട്ട് അവരത് ഒരു ഫോളോ ചെയ്യുക. ഇപ്പം എടുത്തിയായിട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക, മറ്റുള്ളവരൊക്കെ എന്ത് പറഞ്ഞാലും അതിനൊക്കെ അറ്റാക്ക് ചെയ്യാതിരിക്കുക. അറ്റാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ പ്രതികരിക്കാതിരിക്കുക. പിന്നെ നമ്മളെല്ലാവരുടെയും കയ്യിൽ നിന്ന് സ്നേഹിക്കുമ്പം അവരുടെയും തിരിച്ചൊരൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. നമ്മൾ മറ്റേ ഒരു സ്പിരിച്വൽ ജേണിയിലൊക്കെ പറയത്തില്ലയോ, അൺകണ്ടീഷണൽ ലവ്, അത് എപ്പോഴും ഫോളോ ചെയ്യുക. അപ്പോൾ ഇതാണ് മെച്യൂർഡ് സോളിൻ്റെ ഒരു ലക്ഷണങ്ങൾ. ഇത് എല്ലാവരും ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കുക. നമ്മുടെ ഒരു സ്പിരിച്വൽ ജേണിയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ദൈവം, നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന ഓരോ ഡിവൈൻ കാണുമല്ലോ, ആ ഒരു ശക്തിനെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സോളിന് വേണ്ട കാര്യങ്ങൾ അതൊക്കെ മാറ്റി ആ ഒരു ഡിവൈനിൽ വിശ്വസിച്ച് ആ ഒരു സോളിന് വേണ്ടിയിട്ട് മുമ്പോട്ട് പോവുക. അത് അന്നേരം നമ്മൾക്ക് ഈ വേണ്ടാത്ത വിഷമം, ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പം ഡിപ്രഷനാവുക, അല്ലെങ്കിൽ എത്ര കിട്ടിയാലും ഇത് പോരാ പിന്നെയെന്നുള്ളത് അതൊന്നുമില്ല. നമ്മളൊരു ഫ്ലോയിൽ ഒരു നല്ല ശാന്തതയോടൊരു നമ്മുടെ ഒരു എന്താണ് ഒരു നദിയൊക്കെ ഒഴുകുന്നതിന് ആ ഒരു ഫ്ലോയിൽ പോകും. നല്ല ഒരു സമാധാനം കിട്ടും. ഇതൊരു ശാന്തതയാണെന്നറിയാൻ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കേട്ടിട്ട് ലൈക്ക് ചെയ്യുക, മക്കളെ, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.